Hello மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கல, நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ற போய் பாருங்க. இப்போ பார்ட் 3 போயிடலாம். ഞാൻ കാണുമ്പോ തൊട്ട് ഇയാൾ ഇതേ മുണ്ടും കുപ്പായാണ്. എത്ര പൈസ ഉണ്ടാക്കുന്നില്ല അവൻ. രണ്ടെണ്ണം പുതിയ വാങ്ങിക്കൊടുത്തൂടെ? പൈസ അത് പണിയെടുത്ത് ആർക്കും ഉണ്ടാക്കാം. പക്ഷെ പണിക്ക് പോണം അല്ലേ മധുവേട്ടാ? ഫസ്റ്റേട്ടാ എന്താ ആന്റി പോയ അണ്ണനെ പോലെ ഇരിക്കുന്നത്? ആന്റി അല്ല, അണ്ടി. അണ്ണനല്ല, അണ്ണാൻ. അതങ്ങനെ പറഞ്ഞതേ. ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ വിട്ട് നാട്ടിൽ പോണ്ടി വരും. അച്ഛനെ റോബോട്ട് ഒരു തരത്തിൽ എക്സൈറ്റ് ചെയ്യുന്നില്ല. എക്സൈറ്റിംഗ് ആയ ഒന്നും അത് ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെ ഫീഡ് பண்ணலாமோ? മതിയോ, നമുക്ക് പോകാം. ഹലോ, എത്ര നേരമായി വിളിക്കുന്നു ഇപ്പൊ? ഞാൻ കൂടി വിളിച്ചാൽ മതിയോ? കുറച്ച് തിരക്കില്ല. തിരിച്ചു വിളിച്ച് പറയാനുള്ള വിശേഷങ്ങളൊന്നും ഇല്ലേ ഉപ്പ? എന്റെ മാമനൊന്ന് വീണു, അത് പറയാൻ വിളിച്ചത്. ഇനി തിരിച്ചു വിളിച്ചാലും ഇത് തന്നെ പറയാം. ഹലോ, என்னாச்சு? அவங்க அப்பா விழுந்துட்டாரு போல கீழே. അച്ഛനെവിടെ? Electricity office. ഇഡിയറ്റ്. അച്ഛനെന്തോ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്, പോയി അന്വേഷിക്കേ. Copy that. ആരാ? അമ്മേ. ഓ, എന്താ? ആ ഓലിന്റെ ബാക്കിൽ ആരാ ഉണ്ട്? അതെന്തെങ്കിലും പട്ടിയോ പൂച്ചോ? ரோபோதான். പേടിപ്പിച്ചിട്ടല്ലോ. Hello, Miss Sita. നീ എന്താ ഇവിടെ? മിസ്റ്റർ ഭാസ്കറിനെ കാണാനില്ല. അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഇവിടെയാ? ബാറ്ററി ലോ, അതുകൊണ്ട് നിന്നതാണ്. ബാറ്ററി ലോ, ബാറ്ററി ലോ, ബാറ്ററി ലോ. അമ്മ, നമുക്ക് ഇതിനോട് അയച്ചാലാ? വീട്ടുപാടം കൊടുത്ത് നിന്നെ പോറ്റാ ഞാൻ പെടുന്ന പാട് അന്നേരാന്ന് കൊണ്ട് കൊടുക്ക്. നിക്കമ്മേ, ഞാൻ ഈ മെയിലൊന്ന് ചെക്ക് ചെയ്യാം. പൈസ Of course. ഇതിനെ കാണാതെ അയാൾ തേടി വന്നാൽ നമ്മ കട്ടോണ്ട് വന്നതെന്ന് പറയും. ഒരു നെറ്റ് കണക്ഷൻ പോലും എടുക്കൂല. ഞാൻ ദയവായിട്ട് അറിഞ്ഞു തന്ന റോബോട്ടിനെ ഇവിടെ വെക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കൂല. ജോലി കിട്ടിയത് തന്നെ. നെറ്റ് കുന്തൊക്കെ സ്വന്തം പണിയെടുത്ത് ഉണ്ടാക്കിയാൽ മതി. പറഞ്ഞു വിട്, അത് മേടിക്കുന്ന. Battery charged sufficiently. Thank you. Mr. Bhaskaran. അവസാനം കാണാൻ കൊണ്ട് വെച്ചതാണോ? കാശുവാക്കി വീട്ടിൽ വെച്ചത് പണിയെടുക്കാനല്ലേ? എവിടെ തുടങ്ങി? എടയായിരുന്നു കറങ്ങാൻ പോയതാ. കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് ചെയ്യേണ്ട എന്റെ മാഷെ. വെറുതെ തിന്നു കൊടുത്ത് തടിച്ചല്ലോ. ആ കുടിയൻ ബാബു കണ്ടതെന്നായി, അല്ലെങ്കിൽ എന്താവും. അല്ലെങ്കിലും മാമ, റഷ്യയിലുള്ള മക്കളെക്കാൾ നല്ലതാണ് പയ്യനുള്ള റോബോട്ട്. സുബ്രഹ്മണ്യം വിളിച്ചാൽ അവന് ഫോൺ എടുക്കാൻ പോലും സമയമില്ല. ഭാഗ്യമല്ലേ ഞാനൊന്നും എഞ്ചിനീയർ ആവത്തത്. അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ഓടെ വീണ് വെള്ളം കിട്ടാണ്ട് ചത്തേനെ. അപ്പൊ മാമ ഹോട്ടലിൽ പൂട്ടിയിട്ടില്ല, ഞാൻ ഇറങ്ങിക്കോട്ടെ. A call from Subramanian. അച്ഛാ, എന്താ പറ്റി അച്ഛാ? ഒന്ന് വീണു. എന്തിനാ അച്ഛാ ടൗണിലൊക്കെ പോകുന്നത്? എന്താവശ്യം അവൾക്ക് പറഞ്ഞാ പോരെ? ഞാൻ പറഞ്ഞതല്ലേ. നീ എന്നാ ഇനി ഇങ്ങോട്ട്? Signal lost. ഈ ചോദ്യം ചോദിച്ചാൽ ലോകത്തുള്ള സകല മക്കളുടെയും സിഗ്നൽ. ബ്രോ, നമ്മള് സുബ്രഹ്മണ്യം വർക്ക് ചെയ്യുന്ന കമ്പനി അടിപൊളിയാന്ന് കേട്ടാ. ഭയങ്കര ശമ്പളമായിരിക്കും അല്ലേ? ഒരു 4-5 ലക്ഷം ഉണ്ടാവും. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ മധുവേട്ടാ? 5 ലക്ഷേ? അത്രക്ക് ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല. പണ്ടേ അങ്ങനത്തെ പണിക്ക് പോയാൽ മതിയായിരുന്നു. ബ്രോളെ, ഈ സാധനത്തിന് എന്ത് വില ഉണ്ടാവും? 2-3 കോടി എന്തായാലും ഉണ്ട്. ജീവിതം കുറച്ചും കൂടി സീരിയസ് ആവും. ഇനിയെങ്കിലും പണിക്കോ? ഇനി പണിക്ക് പറ്റി എപ്പോൾ ഉണ്ടാക്കാനാ 3 കോടി? മധുവേട്ടാ, ഈ സുബ്രഹ്മണ്യൻ ഞാൻ ഒന്നിച്ച് പഠിച്ചാണ്. ചെറുപ്പത്തിൽ മൂക്കിലൊലിപ്പിച്ച് നടന്ന ഏക്കനാ. ഇപ്പൊ റഷ്യയിലെ എഞ്ചിനീയർ. പണ്ടേ അങ്ങനെ നടന്നാൽ മതിയായിരുന്നു. ഇവിടെ കാര്യമായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാ ഫുട്ബോള് പാപ്പായെ വിളിച്ചോ? ഫൈൻ. അമ്മ ഇല്ലാത്തത് വലിയ പ്രശ്നമാണ്. ചുപ്പന്നെ അമ്മായി മിസ് ചെയ്തിട്ടുണ്ടോ? അമ്മയെ മിസ് ചെയ്യാനുള്ള ചാൻസ് അച്ഛൻ തന്നിട്ടില്ല. ഞാൻ ജനിച്ചപ്പോ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയേ. ആ, അതാണ് കാര്യം. അച്ഛനമ്മയും ഡിവോഴ്സ് ആവാനുള്ള. So funny. We malus na. அவங்களும் சேர்த்துக்கிறாங்க. மலுஸ். സോറി. ഒരു മോളെ, ஏய், கூட கூட்டிட்டு போகுது. இப்படி கை வச்சிருக்கிறதா கொஞ்சம் காமெடியா இருக்கு. ஆனா இது எப்படி யாரையாவது கெட்டப் போட்டு நிக்க வச்சிருக்காங்களா? ஆமா.
அளவு கொடுக்குதுப்பா. அவரோட ஹேபிட்டை ஃபுல்லா காப்பி பண்ணிடுச்சு போல. ஹியூமனை வச்சா கூட போயிட்டு சாமிக்கு படைச்சிட்டு போட்டு வைக்க மாட்டாங்க. ஐயோ, இது எப்பயாவது டேஞ்சர் ஆகும். ഒരു റോബോട്ട് ഉറങ്ങാറില്ല. താങ്കൾക്ക് നീ വേണമെങ്കിൽ ഉറങ്ങണ്ട. ഈ എമർജൻസി ഓഫ് ചെയ്തിട്ട് ഇടുന്നൊന്ന് മാറാവോ? സുബ്രഹ്മണ്യൻ ഓൺലൈൻ. നീ ഉണ്ടിക്കോ. കുറേ നാളായി വിചാരിക്കുന്നു ഭാസ്കരന്റെ കുഞ്ഞപ്പനെ കാണണമെന്ന്. ഇന്നാണ് സമയം കിട്ടിയത്. കുഞ്ഞപ്പനോ? ഈ നാട്ടുകാരെല്ലാം പറയുന്നത് കുഞ്ഞപ്പൻ എന്നല്ലേ. നാട്ടിലെല്ലാവർക്കും അറിയാം കുഞ്ഞപ്പൻ. ന്യൂ നെയിം അപ്ലോഡഡ്. നമസ്കാരം കുഞ്ഞപ്പ. ഞാൻ ജാനകി. ഇത് ടൈലർ രഘുവിന്റെ അമ്മ. ഹലോ. ഇതെന്റെ ഏടത്തി ദേവകി. ഞങ്ങൾ ഒരുമിച്ചാ താമസം. ഒരു തുണി കൊടുക്കാൻ കൊടുക്ക് ഭാസ്കര. നാട്ടുകാർ പറയില്ലേ തുണി കൊടുക്കാതെ പെണ്ണുങ്ങ കണ്ട നാണക്കേടല്ലേ. രശീലല്ല ഇങ്ങനെയാന്ന്. എനിക്ക് നാണമില്ലേ കുഞ്ഞപ്പ. നാണം. നാണം എന്ന് പറഞ്ഞ ഉളുപ്പ്. ഉളുപ്പ്. അങ്ങോട്ടൊന്ന് നോക്കാം. എന്തൊരു സ്നേഹാന്ന്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ തല തോർത്തി തരാൻ. ആദ്യം ഒന്ന് കുളിക്ക്, എന്നിട്ടല്ലേ തോർത്ത്. മെല്ലെ തുടക്കടാ. വെള്ളം പോകണ്ടേ? എന്നാ തുടച്ച് കൊല്ല്. റോങ് കമാൻഡ്. നിൽക്ക. എങ്ങോട്ടായി കുന്തത്തിനെ കൊണ്ട്? കുന്തമല്ല, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 ബൈ ക്യോട്ടോ ഡൈനാമിക്സ്. ഗ്ലാഡ് ടു മീറ്റ് യു. എന്തെങ്കിലും ആയിക്കോട്ടെ, അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. അകത്ത് കയറി പോരുത്. ഉണ്ടാക്കിയത് എന്റെ മോനാന്ന്. താമസം എന്റെ കൂടെയാണ്. ഇവന് ഹിന്ദു മതത്തിൽ നല്ല വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. പിന്നെ നിങ്ങളെങ്ങനെ പൂജ ചെയ്യും? അതല്ല, ഈ കുന്തം പറഞ്ഞതിൽ വിശ്വാസമില്ല എന്നാ പറഞ്ഞത്. ഇത് ഹിന്ദു ആണെന്നുള്ളതിന് എന്താ തെളിവ്? യദ്യ വിഭൂതിമത് സത്വം ശ്രീമദോർജിത മേവവ തത്തദേവാവഗച്ഛത്വം മമ തേജോ അംശസംഭവം. മനസ്സിലായില്ല? ഇതൊരു സംഭവം കണ്ട അകത്തേക്ക് കയറ്റാന്ന് അർത്ഥം. ഞാനപ്പോ 3 വരെ 4. ഐശ്വര്യത്തോട് കൂടിയോ ശ്രീയോട് കൂടിയോ കരുത്തോട് കൂടിയോ ഉള്ള ഏത് വസ്തുവും എന്റെ തേജസ്സിന്റെ അംശത്തിൽ നിന്നുണ്ടായത് തന്നെയെന്ന് നീ അറിഞ്ഞാലും. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 41-ാം ശ്ലോകം. ബാലരമല്ല. ഭാസ്കരനോട് ക്ഷമിക്കണം. ഈ യന്ത്രത്തിനകത്തേറ്റി അശുദ്ധാക്കാൻ പറ്റില്ല. ഇവൻ ഹിന്ദു ആന്ന്. എന്ത് ഹിന്ദു? നിങ്ങളെ തീരുമാനിക്കാൻ ഹിന്ദു ആണെന്ന്? എല്ലാ മുരളി, ഹിന്ദുക്കൾക്ക് മാമോദീസ് ഇല്ലല്ലോ. നിങ്ങൾ അടക്ക്. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നമല്ല. ഒരു ദിവസം രാവിലെ ഒരുത്തം മാറ്റി നിങ്ങൾ അളിയെന്ന് പറഞ്ഞാല് നിങ്ങൾ വീട്ടിൽ കയറ്റിയിരുത്തോ? നിങ്ങൾ വീട്ടിൽ കയറ്റിരുത്തോ? ഞാൻ ഇരുത്തോ? എന്നാ നിങ്ങൾ ഉണ്ടോ ഹിന്ദു ആണെന്ന് കാണിക്കാൻ നെഞ്ചു വളർന്ന് ഭഗവാനെ കാണിക്കാൻ പറ്റും. ഭയങ്കര ഐശ്വര്യം തന്നെയല്ലേ. റെയിൽവേ സ്റ്റേഷൻ. എങ്ങനെ திடீர்னு உள்ள கொண்டு வராங்க? വെറുതെ സീൻ ഉണ്ടാക്കല്ലേ. ഡൽഹി അത്ര ദൂരമൊന്നുമില്ല. അടുത്തി പാടി വിളിക്കണം കേട്ടോ. നാളെ വൈകുന്നേരം നെറ്റിൽ വിളിക്കാം കേട്ടോ. ചേച്ചി അമ്മയെ നോക്കണേ. പോന്നെ. സൗദാമിന് എന്തിനാ കരയുന്നത്? പോട്ടെ, നല്ല കാര്യത്തിന് പോന്നതല്ലേ. ചിരിച്ചോണ്ടല്ലേ യാത്ര ആക്കേണ്ടത്. കാര്യമായിട്ട് നല്ലോണം കാര്യമായിട്ട് ഓളെ മനസ്സിന്റെ വിഷമെല്ലാം കാര്യം തീർത്തത്. சரியா அந்த ரோபோ எப்படி கரெக்டா காணாம போனப்ப இவங்க வீட்டுக்கு போச்சு? ஒரு எக்ஸ் தானே அது. கரெக்ட். நானும் அதை யோசிச்சேன். ஆனா அப்புறம் அதை சார்ஜ் தீர்ந்துருச்சுன்ற மேட்டர்ல நான் மறந்து. இருந்தாலும் கரெக்டா ஏன் அந்த வீட்டுக்கு போகணும்? இவரை ஃபாலோ பண்ணுதோ, இவர் ஒரு வேளை போயிட்டு அங்க என்ன பாத்துட்டு இருக்காரோ இருக்கலாம். കുഞ്ഞപ്പാ, യെസ് മിസ്റ്റർ ഭാസ്കരൻ. നിന്റെ ഫേസ്ബുക്കില് സൗദാമിനി ഉണ്ടോ? ரைட்டு. സെർച്ചിങ് ഫോർ സൗദാമിനി. പോടാ, അതൊന്നുമല്ല. ആ ഇതന്നെ ഓള് തന്നെ സൗദാമിനി. മോശമല്ല കേട്ടാ. വാളത്തപ്പാനും കൂടെ ആന്നല്ലേ ഫേസ്ബുക്ക്. ഇതെല്ലാം പണ്ടേ കണ്ടുപിടിക്കേണ്ട സാധനം. ഇതെങ്ങനെ കേട്ടിട്ട് இருக்காரு. അപ്പൊ നീ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലേ? നേരത്തും കാലത്തും കഴിച്ചൂടെ നിനക്ക്? വിശേഷമൊക്കെ പിന്നെ പറയാം. പോയി കഴിച്ചേ. ഒരു മിനിറ്റ്. അമ്മേന്റെ ഫേസ്ബുക്ക് ഇങ്ങനെ പോണ്. ഓളൊരു ഫേസ്ബുക്ക്. ഒന്ന് പോയേ. ¿Dónde está? ജപ്പാനിൽ ആരോടെങ്കിലും സ്നേഹം തോന്നിയാൽ നേരിട്ട് പറയും. ഈടങ്ങനല്ല, പോയി ബലാത്സംഗം ചെയ്യും. അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തി. ഈ പ്രായത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോയ നാട്ടുകാരെന്ത് വിചാരിക്കും? അവിടെ ആരെ എപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കാം. അല്ല, എനക്ക് കല്യാണം കഴിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. പിന്നെ നിന്റെ ജപ്പാനെ കുറിച്ച് പറയൊന്നും വേണ്ട. 4 ബംഗാളികൾ 2 സൈഡിൽ നിന്നിട്ട് മണ്ണ് വലിച്ച് കടലിലേക്ക് ഇട്ടാൽ തീരുന്നതേ ഉള്ളൂ നിന്റെ ജപ്പാൻ. നമ്മുടെ ഇന്ത്യ അങ്ങനെയാന്ന്. വലുതല്ലേ, കാര്യങ്ങളും കുറച്ച് വലുതായിരിക്കും. അവിടെ എത്ര പ്രായമായാലും കല്യാണം കഴിക്കും. എപ്പോൾ വേണമെങ്കിലും കഴിക്കും. കല്യാണം കഴിക്കാതെയും ഒരുമിച്ച് ജീവിക്കാം. ആടെ എങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. ഈടെ കല്യാണം എന്ന് പറഞ്ഞാൽ അരിയും പഞ്ചാരയും വാങ്ങിക്കൊടുക്കാനുള്ള ലൈസൻസാ.
ചുപ്പനോട് പോലും പറയാണ്ട് വെച്ച കാര്യമാണ് സൗദാമിനിയുടേത്. നീ വന്ന് തനി മലയാളി സ്വഭാവം കാണിച്ചു തുടങ്ങിയോണ്ട് പറയുവാന്ന്. പുറത്തൊന്നും പോയി പറഞ്ഞും പാട്ടാക്കരുത്. തീർച്ചയായും. ഭാസ്കര പൊതുവാളിന് പണ്ടൊരു വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു. Oh, really? വിജയ് മല്ലിക്ക് ലോൺ കൊടുത്ത പോലെ തിരിച്ചിട്ടാത്ത പ്രേമ. Oh, nice. 200 2 10 അല്ലേ? 10 பின்னாடி ஒரு விளக்கு வர பண்ணிக்கிட்டு 229 ബാലൻസ് എനക്കല്ലേ 100 രൂപ. അടുത്ത മാസം തരും. നാളെ മുതൽ പത്രം വേണ്ട. ആണോ? പത്രം വേണ്ട പറഞ്ഞു? ഞാനിപ്പോ ഓൺലൈനിലാ വായിക്കല്. നിങ്ങളല്ലേ പറഞ്ഞ ഈ പത്രം വായിക്കുമ്പോ കിട്ടുന്ന സുഖം വേണം. ഇതും സുഖം തന്നെ. കണ്ണ് തീരെ പിടിക്കുന്നില്ല. ഇതാവുമ്പോ ഇങ്ങനെ ആക്കിയ വലുതാവും. நம்ம ஃபேமிலி டைரிஸ்ல വെള്ളം കിട്ടാണ്ട് പൂത്ത് നാറി ചാവൂടാ. നോയിക്കോ. മുച്ചിലോട്ട് നോക്കിയാൽ സത്യം. ഒരു പത്രപ്രവർത്തകൻ നീ നോവിച്ചു വിട്ട് അനുഭവിക്കുന്നീ നീന്റെ ജാതകം നോക്കിച്ചോ. கம்ப்யூட்டர் ஜோசி தானே இது. ஏதோ சம்பவம் பண்ண போகுது. 100 கொஞ்சம் பண்ணீங்க. எனக்கு அதான் தோணுது. ഓൻ കുടിക്കൂല. അത് ഈ അയ്യപ്പൻ ഗണതിക്കല്ലോ കൊടുക്കല്ലേ ഉള്ളൂ, കഴിക്കല്ലല്ലോ. അവിടെ വെച്ച് ഈ ജന്മസമയവും തീയതിയും വേണം, നക്ഷത്രം കാക്കും. അച്ഛാ ഇവൻ ജനിച്ച സമയമൊന്നും വേണമല്ലോ. എന്താ കാര്യമുണ്ട്, പറ. ഡേറ്റും വേണം. അറിയില്ല, ഒരു മിനിറ്റ്. ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ? Manufacturing date 8 January 2019. 8/1/2019. തിരക്കൂര്, മൃഗം, കുതിരവൃക്ഷം, ദേവഗണം, ബ്രാഹ്മണ ഗോത്രം. ഭാസ്കറിന് സംസർഗം കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. പക്ഷെ നക്ഷത്രക്കാരന് സമയം ലേശം മോശ. ശത്രുദോഷം, ഉദരസംബന്ധമായ അസുഖം, ഈ മൊബൈലും കമ്പ്യൂട്ടറിലുള്ള പോലെ വൈറസോ അങ്ങനെ എന്തെങ്കിലും ആവാം. പിന്നെ നേത്രരോഗം, ഈ ലെൻസിന് ചെറിയ പോറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും ദൂരയാത്ര പോകണ്ട. കുലദേവതയുടെ ഇഷ്ടക്കുറവ് നന്നായി കാണുന്നുണ്ട്. പേടിക്കണ്ട, എല്ലാവരും പരിഹാരമുണ്ട്. പയ്യന്നൂർ പെരുമാളിന് ഒരു സംക്രാന്തി തോറും ഒരു നെയ്വിളക്ക് തോടണം. പിന്നെ വയനാട്ട് അടുക്കുമലയിൽ ഒരു ചാമണ്ടിക്കാവുണ്ട്, അവിടെ ഒരു ആൾ പോകുന്നതായിരുന്നു. എത്രയും പെട്ടെന്നായി അത്രയും നല്ലത്. ഫലം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവും. മാമ എവിടെ പോയതാ? ഞാനാ സുകുമാരൻ ജോത്സന്റെ അടുത്തേക്ക് ഒന്ന് പോയതാ. എന്തിന്? ഇവന്റെ ജാതകം ഒന്ന് നോക്കിച്ച്. കാണുന്നവര് കണ്ണു വെക്കുന്നു. അതുകൊണ്ട് ഒന്ന് ജപിച്ചു കേട്ടു. വേഗം നടക്ക്. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ട്രൗസർ പോട്ടിട്ട് വേഗം കയറി. ഈ മഴയൊക്കെ കൊണ്ട് പനി പിടിച്ചാല് ഞാൻ എടുക്കുമായിരുന്നല്ലോ. ഒന്നാമത് സമയദോഷമാണ്. അയ്യോ, തലയിലും നീ എന്തെങ്കിലും വരുത്തി വെച്ചിട്ട് വേണം. രാവിലെ പറഞ്ഞു കേട്ടതല്ലേ, ആയുസിന് പോലും കേടാണ്. നീയൊക്കെ പോയ എനിക്ക് ആരുണ്ടാ? സുബ്രഹ്മണ്യൻ, പ്രസന്നൻ. വയസ്സാകുമ്പോ അവരും ചാവില്ലേ, പിന്നെ എനക്കാരാ? ജീവനുള്ള വസ്തുക്കളിൽ ജീവശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ, വാർദ്ധക്യം, രോഗം, ആത്മഹത്യ, കൊലപാതകം, അവിചാരിതമായ അപകടം, പട്ടിണി, നിർജ്ജലീകരണം തുടങ്ങിയ കാരണങ്ങളാൽ നിലക്കുന്നതിനെ മരണം എന്ന് പറയുന്നു. ഇതൊന്നും ഒരു റോബോട്ടിനെ ബാധിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞവരിൽ പലരും ഇപ്പൊ ചുമരിലും ചില്ലുകൂട്ടിലും പിന്നെ റോഡ് സൈഡിൽ കാക്കയ്ക്ക് തൂറാൻ പ്രതിമയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നീ One can erase me. എന്റെ മെമ്മറി മായ്ക്കാൻ പറ്റും. അപ്പൊ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കാം. താങ്കൾക്ക് പാസ്വേഡ് മാറ്റാം, വിരൽ അടയാളം വെക്കാം. പിന്നെ ഭാസ്കരന് മാത്രമേ എന്നെ മായ്ക്കാൻ പറ്റൂ. ഞാൻ ചെയ്യുന്നതെല്ലാം മിസ്റ്റർ ഭാസ്കരന് വിചാരിച്ചാലേ ആർക്കെങ്കിലും കാണാനോ അറിയാനോ കഴിയൂ. സൂപ്പർ. താങ്കൾ ചെയ്യുന്നതൊക്കെ സുബ്രഹ്മണ്യന് കാണാം ഈ ക്യാമറയിലൂടെ. അയ്യോ, ആണാ ഇതേ ഒരു പ്രശ്നം വിളിച്ചു. എല്ലാം കണ്ടിട്ടുണ്ടാവോ? തീർച്ചയായും. ஓ, இங்க இருந்து சுப்பிரமணியனாலையும் பார்க்க முடியும்ல. இப்ப பாஸ்வேர்ட் வச்சிட்டா லாக் போட சொல்லுது, போட்டா அவரால் பார்க்க முடியாதுன்னு. பட் ஏதாச்சும் பிரச்சனைனா அவர் பார்க்கணும்ல. അറിയൊന്നുമില്ല. നീ ആ പ്രസന്നന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇതന്നെയല്ലേ എപ്പോഴും പറിച്ചല്ലേ? എത്ര ഉണ്ട് ദോശ? 6 നാളെ മുതൽ കുറക്കണ്ട. പക്ഷെ ഒരു ദോശ மட்டும் வாங்கிட்டு சாம்பார் அங்க போய் சாப்பிட்டு இருக்காரு. കറിയായിട്ടില്ല. രഘു, ഓള് വീശിയല്ല, ഒളി വീശിയില്ലേ? ഒളി വീശി അറിയാതെ പാട്ടും പാടിയിട്ട് നടക്കുന്നു, ഒന്നിനും കൊള്ളാതെ. പെരുമാളെ കാത്തോളനെ അടി തെറ്റിക്കല്ലേ. അമ്മേന്റെ ബ്ലൗസ് ശരിയാണോ ചോദിക്കാൻ പറഞ്ഞു. നീ ഒന്ന് കറങ്ങിട്ടല്ലോ വാ. ഒരു മിനിറ്റ്, ഒരു ഊക്കും കൂടെ വെക്കാനുണ്ട്. എപ്പോ ചോദിച്ചാലും നീങ്ങി തന്നെയല്ലോ പറയല്. പോയിട്ട് വാ മോനെ. ഇനി ഞാൻ വരുമ്പോ ശരിയാക്കിട്ടെങ്കിൽ ഇതെല്ലാം ചവിട്ടി കൂട്ടി തീയിടും കേട്ടോ. കടയിൽ ഇത് ഒരു പ്രശ്ന. രഘു,
ആ ഭാസ്കരനാ ഒരു ഷർട്ട് അടിക്കണമല്ലോ. അടിക്കാല பின்னாடி கமலஹாசன் தானே அது. അതാടെ നോക്ക് പോകുന്നുള്ള. ஐயோ மாத்தி வச்சுட்டான் அவன் அந்த கவரை. தோசையும் ப்ளவுஸும் பக்கத்துல இருக்கு. കുഞ്ഞപ്പനാണ്. ഇവനൊക്കെ ഷർട്ട് എടുക്കാൻ ഞാൻ വളർന്നല്ലേ. Shoulder 34, arm 50, chest 44, waist 28, height 40. എന്റെ അമ്മ എന്തൊരു ഓർമ്മ ശക്തിയാണ് എനക്ക്. എനക്കൊരു അസിസ്റ്റന്റ് ആവശ്യമുണ്ട്. വരുന്ന ഓൻ പണിക്ക് പോയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഭാസ്കര പൊതുവാളിനില്ല. അതിനുള്ളതെല്ലാം എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും അവനൊരു വരുമാനല്ലേ. അവസാന കാലത്ത് അവൻ ആരാ? ഞാനല്ലേ. ഹൈറ്റ് എത്ര പറഞ്ഞേ? Height 40. 2 ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാൻ ശരിയാക്കി വെക്കാം. ആ തുണി എടുത്തു. അതിനാ പൈസ തന്നോടോ? ഓ இது தோசை. சரி வந்து கொளுத்த போறான் அவன். ഇന്നും പൂസ തന്നെയാ? നിനക്ക് എങ്ങനെ മനസ്സിലായത്? ഇന്നും ചന്ദനം തൊട്ടിട്ടുണ്ടല്ലോ. നീ എവിടെയാ പോന്നു? ആ പാലായിലെ രാധേന്റെ മോളെ കല്യാണാന്ന്. ഞാൻ ഉണ്ടിട്ട് വരാം. എനക്ക് വിശക്കുന്നു. വീടിയൊന്നുമില്ല, നിങ്ങളും വന്ന കല്യാണത്തിന്. എന്റെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ദോശ ഇருக்கு. എന്നെയും വിളിച്ചിട്ടൊന്നുമില്ല, എന്നിട്ട് ഞാൻ പോന്നില്ലേ? വിളിക്കാതെ കല്യാണത്തിന് പുതിയ ബ്ലൗസും തയ്പ്പിച്ചു പോണേ. വിളിച്ചിട്ടില്ല വെച്ചിട്ട് ഉടുക്കാണ്ട് പോവാൻ പറ്റുവാ? കുറച്ച് മസാലക്കറി. ஐயோ മസാല ദോശ. വീടുണ്ടായിരുന്ന പുതിയ ഓർത്തു. ഞാനത് തിന്നു. പുതിയ ബ്ലൗസാ? லவ்ஸா தோசை தானே இருந்தது. போச்சு சம்மட்டி வாங்க போறேன். ദോശ കൊടുത്ത് നീ എന്റെ ഓള മയക്കുമോ? കുഞ്ഞപ്പനാണോ? அன்றாய் குஞ்சப்பா. കുഞ്ഞപ്പന്റെ അദ്യം എന്റെ ആയി ഉണ്ടായിക്കും. നീ ചെവിയിൽ വിളിക്കോ. ഞാൻ എന്തിനു ചെവിയിൽ ப்ளவுஸ் வாங்காம போயிட்டாரு. வேணாம். இவர் மெசேஜ் பண்ணிருக்காருல்ல, அவர் தானே இவர் இல்லையா? டைசரியில ஒரு கேரக்டர் வருவாரு அவரு. தெரியலையே. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 3. நம்ம அடுத்த பார்ட்ல சந்திப்போம். பாய் பாய்.